കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇഷ്ടം എന്ന സീരിയലിൻ്റെ എപ്പിസോഡുമായിട്ടാണ്. ഇന്നലത്തെ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഇന്നും കാണിക്കുന്നത്. ആദ്യം അമ്മയോട് പറയുന്ന കാര്യങ്ങളും, അപ്പോൾ അമ്മ പറയുന്നു, നീ ഒന്നും ചോദിക്കാൻ പോകണ്ട മോനെ, കുഴപ്പമില്ല, അങ്കിളിന് ബിസിനസ്സിൽ ഇതായതുകൊണ്ടാണ് രാത്രി അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ആദ്യയോട് പറഞ്ഞ് മനസ്സിലാക്കുന്നു. അപ്പോൾ ആദ്യം പറയുന്നത്, ഞാൻ ചോദിക്കുന്നില്ല, അങ്കിൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ അമ്മയെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയുന്നില്ല, ഞാൻ വിളിച്ചിട്ട് വരാമെന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു, മോൻ ബഹളമൊന്നും വയ്ക്കരുത് എന്ന് പറയുന്നു. ഇല്ല അമ്മേ, ഞാൻ ബഹളമൊന്നും വയ്ക്കില്ല, പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയുന്നു. അപ്പോഴത്തേന് ആകാശ് ഫോണിൽ ആരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കേസ് ശക്തമാക്കണം എന്നൊക്കെ പറയുന്നു. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എങ്ങനെയെങ്കിലും പൊക്കിക്കൊണ്ടുവരണം, എനിക്ക് എത്ര പൈസ വേണമെങ്കിലും ഞാൻ ഇറക്കാം, എനിക്കത് പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ആദ്യം കാണുന്നു. അപ്പോൾ ചോദിക്കുന്നു, ആദ്യമോ എന്താ മോനെ എന്ന് ചോദിക്കുന്നു. ഇന്നലെ എന്തായിരുന്നു ബഹളം എന്നൊക്കെ ആദ്യം ചോദിക്കുന്നു. അമ്മയോട് എന്തിനാ വഴക്ക് പറഞ്ഞത്, അമ്മ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് അവൻ ചോദിക്കുന്നു. അമ്മയാണോ ഫിനാൻഷ്യൽ ലോഡൊക്കെ ഉണ്ടാക്കി വെച്ചതെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞു, ഇനി അങ്ങനെ പറയാൻ പാടില്ല അങ്കിള്, ഇനി പറഞ്ഞാൽ ഞാൻ പ്രതികരിക്കുന്നൊക്കെ പറയുന്നു. അഥവാ അങ്കിളിനെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കിൾ വെച്ചിരിക്കുന്ന റിവോൾവർ എവിടെയാണെന്ന് എനിക്കറിയാം, അങ്കിൾ എന്നെ ഷൂട്ട് ചെയ്യാനും പഠിപ്പിച്ചിട്ടുണ്ട്, അത് വെച്ച് ഞാൻ അങ്ങ് തകർക്കുന്നു പറയുന്നു. അങ്കിൾ ഈ കളി കളിച്ചാൽ ഞാൻ ഡാഡിയുടെ അടുത്തേക്ക് തന്നെ പോകും എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു, ഒന്നെങ്കിൽ ഈ കളി അവസാനിപ്പിക്കണം എന്ന് പറയുന്നു. അപ്പം ആകാശ് പറയുന്നു, ഇല്ല ഇല്ല മോൻ പോകണ്ട, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ആദ്യം പറയുന്നു, ഞാൻ പറയാമെന്ന് പറയുന്നു, അമ്മയോട് പോയി സോറി പറയണം എന്ന് പറയുന്നു. അങ്ങനെ രചനയുടെ അടുത്തേക്ക് പോകുന്നു. രചന ഇവരെ കണ്ടുകൊണ്ട് ചാടി എഴുന്നേൽക്കുന്നു. അപ്പോൾ രചന പറയുന്നു, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വയ്ക്കാം എന്ന് പറയുന്നു. അപ്പോൾ ആദ്യം പറയുന്നു, അങ്കിളിന് അമ്മയോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറയുന്നു. അങ്ങനെ അവൻ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. രചന, ഞാൻ ഇന്നലെ ഓവറായിട്ട് മദ്യപിച്ചു, ഞാൻ എന്തൊക്കെയോ നിന്നോട് പറഞ്ഞു ഒന്നും ഓർമ്മയില്ല, ഇനി അങ്ങനെ അഥവാ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങനത്തെ വർത്താനം പറയില്ല എന്ന് പറയുന്നു. അപ്പോൾ ആദ്യം ചോദിക്കുന്നു, ഇത്രയേ ഉള്ളൂ, അല്ല സോറി ഇടോ എന്ന് പറയുന്നു. അപ്പം രചന പറയുന്നു, എന്തിന് സോറി വേണം, കുഴപ്പമില്ല എന്ന് പറയുന്നു. എങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നും പറഞ്ഞ് എല്ലാവരും അങ്ങനെ പോവുകയാണ്. പിന്നീട് ഇഷിതയെ ചിപ്പി ഒരുക്കുന്ന രംഗങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ചിപ്പി അടിപൊളിയായിട്ട് അവൾ ഒരുക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു. പുതിയ ഫ്ലാറ്റ് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചിപ്പിയോട് ചോദിക്കുന്നു. ഒരാഴ്ച കഴിയട്ടെ എന്നൊക്കെ പറയാമെന്ന് പറയുന്നു. അപ്പോൾ ചോദിക്കുന്നു, എന്തിനാ അമ്മ ഈ പൂജ നടത്തുന്നതെന്ന് പറയുന്നു. അപ്പോൾ ചോദിക്കുന്നു, ബാലപൂജയാണ് മോളെ, അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ ഇത് ചെയ്യുന്നു. അപ്പോൾ അമ്മ ഡ്രസ്സ് മാറുന്നില്ലെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, അമ്മ ഡ്രസ്സ് മേക്കപ്പ് ചെയ്യുന്നേ ഉള്ളൂ, അമ്മയെ കണ്ട മോള് ഞെട്ടിപ്പോകുമെന്ന് പറയുന്നു. അമ്മ അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ട് വരാമെന്ന് പറയുന്നു. അതേസമയം രാമനും അവർ രണ്ടുപേരും സ്വപ്നവല്ലിയും കൂടെ പൂജാ സാധനങ്ങളൊക്കെ ഒരുക്കുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു. രഞ്ജിമയെ പറ്റിയൊക്കെ പറയുന്നു, അവർ വന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേനും ഇഷിതയുടെ അമ്മയച്ഛനും അങ്ങോട്ടേക്ക് കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നു. എല്ലാവരും കൂടെ ഇങ്ങനെ നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത്, അപ്പോഴത്തേനും ചിപ്പി ഓടി വരുന്നു. അമ്മമ്മയെ എന്ന് വിളിച്ച് ഓടി നടന്ന് കളിക്കുന്നു. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹേഷും വരുന്നു. അപ്പോൾ പൂജ തുടങ്ങാനായല്ലോ എന്ന് പറയുന്നു. അപ്പോഴത്തേന് പൂജാരിയും വരുന്നു. പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെന്ന് മൗനവല്ലി പറയുന്നു. അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. അമ്മ എവിടെ മോളെ എന്ന് ചോദിക്കുന്നു. അമ്മ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെ ഇഷിത റൂമിൽ നന്നായി ഒരുങ്ങുന്നു. മുല്ലപ്പൂവൊക്കെ വയ്ക്കുന്നു, ഒരു ദേവിയെ പോലെ ഒരുങ്ങി വരുന്നു. ഇഷിത വരുന്നു. ചിപ്പി പറയുന്നത്, അമ്മ ഡാഡി എന്ന് പറയുന്നു. മഹേഷ് അത്ഭുതത്തോടെ നോക്കുന്നു, വളരെ അതിശയത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ചിപ്പി മോളെ, അമ്മയോട് അമ്മയെ കണ്ട അച്ഛമ്മ ഞെട്ടി എന്ന് പറയുന്നു. അമ്മമ്മയും പറയുന്നു, അമ്മമ്മയും ഞെട്ടി എന്ന് പറയുന്നു. പൂജാകർമ്മങ്ങളൊക്കെ തുടങ്ങി. ഡാഡി എങ്ങനെയുണ്ട് എൻ്റെ അമ്മ എന്ന് ചോദിക്കുന്നു. മഹേഷ് ഇഷിതയുടെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇഷിതയുടെ മുഖത്ത് നിന്ന് കണ്ണേ എടുക്കുന്നില്ല. എന്താ ഡാഡി ഇങ്ങനെ മുഖത്ത് തന്നെ നോക്കുന്നത്, അമ്മ സുന്ദരിയാണല്ലോ എന്ന് മഹേഷ് പറയുന്നു. അങ്ങനെ ബാലപൂജയെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറയുന്നു. അങ്ങനെ ബാലപൂജയെ പറ്റി പൂജാരി പറയുന്നു, സ്വന്തം അമ്മയാണ് അത് ചെയ്യേണ്ടത്, പീഠത്തിൽ ഇരിക്കണം എന്നൊക്കെ പറയുന്നു. അങ്ങനെ അച്ഛനും അമ്മയും ഇരുത്തുന്നു. പിന്നെ മോളും വന്നിരിക്കാൻ പറയുന്നു. അങ്ങനെ മഹേഷിന് അപ്പം മൗനവല്ലറിന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആചാരപ്രകാരം ചിപ്പിയുടെ അമ്മ ഇഷിതയാകണം എന്നുള്ളത്, അതിന് ഇപ്പോഴാണ് അവസരം വന്നതെന്നൊക്കെ പറയുന്നു. അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, പൂജ നടക്കുന്നു. എന്നിട്ട് പൂജാരി പറയുന്നു, അതിൽ നിന്ന് കുങ്കുമപ്പൂവ് എടുത്ത് ഇഷിതയോട് മഹേഷിന് തൊട്ട് കൊടുക്കാൻ പറയുന്നു. അങ്ങനെ മഹേഷിന് തൊട്ട് കൊടുക്കുന്നു. മഹേഷും കുങ്കുമപ്പൂവ് എടുത്ത് ഇഷിതയ്ക്കും തൊട്ട് കൊടുക്കുന്നു.
ഇനി അമ്മ കുങ്കുമപ്പൂ എടുത്ത് മോൾക്ക് തൊട്ട് കൊടുക്കാൻ പറയുന്നു. അതിനുശേഷം പാലെടുത്ത് തളിച്ച് പാദപൂജ ചെയ്യണം എന്നൊക്കെ പറയുന്നു. അങ്ങനെ അത് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് ഡോറ് തുറന്ന് ഒരാൾ കടന്നു വരുന്നത്. രചന എല്ലാവരും ഞെട്ടുന്നു. രചന എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ എല്ലാവരും നോക്കുന്നു. വന്ന ഉടനെ അവൾ ചോദിക്കുന്നു, ആരോട് ചോദിച്ചാണ് ഈ പൂജ നടത്തുന്നത് പിന്നെ എന്നൊക്കെ പറയുന്നു. അന്നേരം അവർ പറയുന്നത് പ്രശ്നം ഉണ്ടാക്കരുത്, പുറത്തെന്ന് പറയുന്നത്. അപ്പോൾ പറയുന്നു, ഞാൻ പോകില്ല, എന്നോട് നിങ്ങൾ ഷൗട്ട് ചെയ്യണ്ട, ഞാൻ ഇവിടെ നിന്ന് ഒരിക്കൽ പോയതാണ്, ബാലനാരി പൂജ നടക്കുന്നത് നടത്തേണ്ടത് അവളോ അതോ ഞാനോ എന്ന് പറയുന്നു. ബാലപൂജ ചെയ്യേണ്ടത് കുട്ടിയുടെ അമ്മയാണെന്ന് പറയുന്നു. ചിപ്പിയുടെ അമ്മ ഞാനോ അതോ അവളോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമാക്കുന്നു അവൾ. ഇത് എൻ്റെ അവകാശമാണ്, ഞാൻ പ്രസവിച്ച മകളാണ്. അപ്പം അച്ഛൻ പറയുന്നു, രചന പുറത്തു ഇല്ല, എൻ്റെ മകളുടെ ബാലപൂജ ഇവിടെ നടക്കുന്നുണ്ട്, ഞാൻ ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറയുന്നു. അങ്ങനെ ഇനി ആചാരപ്രകാരം ആണ് അവളെ ഇവിടെ നിങ്ങൾ എന്ത് ആചാരപ്രകാരമാണ് അവളെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്? മോളെ പ്രസവിച്ചത് ഞാനാണെന്ന് പറയുന്നു, അവളല്ല എന്ന് പറയുന്നു. അങ്ങനെ ഭയങ്കര പ്രശ്നമൊക്കെ ആക്കുന്നു. അത് ഇനി നിങ്ങൾ തീരുമാനിക്കാൻ പറയുന്നു. ഇവൾക്ക് പ്രസവിക്കാൻ പോലും കഴിവില്ല. അങ്ങനെ ഇഷിത ഭയങ്കര സങ്കടത്തോടെ ഇരിക്കുന്നു. അവളാണോ ചിപ്പിയുടെ അമ്മയെന്ന് പറയുന്നു. അങ്ങനെ പൂജാരിയോട് പറയുന്നു, പൂജാരി പറഞ്ഞു കൊടുക്കുക എന്താണ് ബാലപൂജയുടെ. അപ്പോൾ പറയുന്നു, രക്തബന്ധമാണ്, സ്വന്തം അമ്മയാണ് ഇരിക്കേണ്ടതെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇഷിതയോട് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പറയുന്നു. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.